ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ട് നേട്ടം സംസ്ഥാനത്താകെ ബി.ജെ.പിക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. മൂന്നാം സ്ഥാനത്തായെങ്കിലും മണ്ഡലത്തിലുണ്ടായ മുന്നേറ്റം അപ്രതീക്ഷിതമാണ്. വോട്ട് ചോർച്ച പഠിക്കാൻ എൽ.ഡി.എഫും യു.ഡി.എഫും തയ്യാറായില്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരും. സംസ്ഥാനത്ത് ത്രികോണ മത്സരം അതിന്റെ എല്ലാ സൗന്ദര്യത്തിലും നടന്നത് ആറ്റിങ്ങലിലാണ്. അക്ഷരാർത്ഥത്തിൽ ഇഞ്ചോടിഞ്ച്. രാവിലെ 8-ന് ആരംഭിച്ച വോട്ടെണ്ണൽ ഔദ്യോഗിക ഫലപ്രഖ്യാപനമായി മാറാൻ രാത്രി 11 വരെ കാത്തിരിക്കേണ്ടി വന്നു. 684 വോട്ടിന് യു.ഡി.എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് കഷ്ടിച്ചു കടന്നുകൂടി. അപ്പോഴും ഉണ്ടായത് വലിയ വോട്ടു ചോർച്ച. കഴിഞ്ഞ തവണ 3,80,995 വോട്ട് നേടിയ അടൂർ പ്രകാശിന് ഇത്തവണ നേടാൻ കഴിഞ്ഞത് 3,28,051 വോട്ട് മാത്രം. പൊതുവെ ഇടതുമണ്ഡലമായ ആറ്റിങ്ങൽ തിരികെ പിടിക്കാൻ വിജോയ്ക്ക് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, വോട്ട് ചോർച്ചയുമുണ്ടായി. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ 15,000-ലധികം വോട്ട് നഷ്ടമായി. കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതും തിരിച്ചടിയായി. 2014-ൽ 10% വോട്ട് മാത്രമുണ്ടായിരുന്ന ബി.ജെ.പി മണ്ഡലത്തിലെ നിർണായക ശക്തിയായി. 3,11,779 വോട്ടുകൾ നേടി വി. മുരളീധരൻ കരുത്തറിയിച്ചു. ആറ്റിങ്ങൽ, കാട്ടാക്കട എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്തതും ശ്രദ്ധേയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് നില തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ആവർത്തിച്ചാൽ ബി.ജെ.പിക്ക് വലിയ സർപ്രൈസുകൾ ഒരുക്കാൻ കഴിയും. എന്നാൽ അതിനെ ചെറുക്കാൻ യു.ഡി.എഫും എൽ.ഡി.എഫും ഇപ്പോഴേ പണി തുടങ്ങിയിട്ടുണ്ട്. ഇനി ബൂത്തുതലത്തിലെ കണക്കെടുത്ത് പഠിച്ച് തദ്ദേശപ്പോരിന് ഒരുങ്ങുകയാവും മുന്നണികളുടെ അടുത്ത നീക്കം. സലിം മാലിക്, 24 തിരുവനന്തപുരം.